മഴക്കാലം തുടങ്ങാൻ പോവാണ്. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴ കഴിയുമ്പോഴേക്കും നമ്മുടെ കുറേ ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവരുടെയൊക്കെ ചെറിയ ചെറിയ തൈകൾ വേര് പിടിപ്പിച്ച് മാറ്റി അധികം മഴ കൊള്ളാത്തടുത്ത് വെക്കണം. അല്ലെങ്കിൽ ചെടി അപ്പാടെ നശിച്ചു പോകും. ഇനി മഴയല്ലെങ്കിൽ തന്നെയും ചെടികളൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ, ഒത്തിരി പ്രായമായി കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ നമ്മളതിൻ്റെ ചെറിയ തൈകൾ പിടിപ്പിച്ച് വെക്കുവാണെങ്കിൽ ചെടി അപ്പാടെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ ഇതേപോലെ എൻ്റെ കയ്യിൽ 4 ടൈപ്പിലുള്ള വിങ്കയാണ് ഉള്ളത്. ആദം, വിങ്ക, നിത്യകല്യാണി, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതിനെ ശവനാറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 4 എണ്ണത്തിൽ നിന്നും ഓരോ കൊമ്പ് വീതം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇലകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് വേണം നടാൻ. ഇതേപോലെ കറ്റാവാഴയുടെ ജെല്ലിൽ മുക്കിയിട്ടാണ് ഞാൻ നടുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ നട്ടതൊക്കെ ഉള്ള ഉഷാറായി വന്ന് നിൽപ്പുണ്ട്. പല പ്രായത്തിലുള്ള ചെടികളിപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇതിന് മുന്നേ നട്ടതൊക്കെ ചെറുതായി പൂവിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കാം. വിങ്കയുടേത് മാത്രമല്ല, മറ്റ് ചെടികളുടേതെല്ലാം നിങ്ങൾ കുറച്ചെണ്ണം എങ്കിലും മഴ അധികം കൊള്ളാതെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. 10 മണികളും ഒക്കെ നല്ല മഴയത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചട്ടികളിൽ നടുന്നവരാണെങ്കിൽ വെള്ളം ചട്ടിയിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രം ഇതേപോലെ ഡിപ്പ് ചെയ്ത് അത് അപ്പാടെ വെച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞു, ഇനിയില്ല കേട്ടോ, അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നടുന്നത് നല്ലതാണ്, വേഗം വേര് പിടിച്ചോളും. ഇലയെല്ലാം മാക്സിമം വെട്ടിക്കളഞ്ഞ് നടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇനി മഴയാണെങ്കിൽ കൂടി ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. ഇതിന് മുന്നേ ഞാൻ നട്ട വിങ്ക കാണിച്ചു തരാം. കണ്ടോ, ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നും കണ്ടോ, നിറയെ പൂവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.